ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിലവിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ രണ്ട് ഡാറ്റകളാണ് നാം ഡെയിലി ട്രാക്ക് ചെയ്യേണ്ടത്. അതിലൊന്ന് തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസാണ്. ഇന്ന് അത് 100 മുകളിലേക്ക് കടന്നതായിട്ട് കാണാം. അപ്പോൾ എപ്പോഴൊക്കെ അത് 100 മുകളിലേക്ക് പോകുന്നുവോ അത് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ വിക്സ്. അത് ഇന്ന് 7% ഉയർന്നിട്ട് 20 മുകളിൽ പോയതായിട്ട് കാണാം. അപ്പം അതും മാർക്കറ്റിൻ്റെ ഒരു വളറ്റിലിറ്റി നമ്മുടെ നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിലെ ആ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ് ഇന്നലെ തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. കാരണം ഇറാൻ US ടോക്ക് ഫെയിലായി എങ്കിൽ പോലും അവിടെ പ്രതീക്ഷകളുണ്ടായിരുന്നു. JD വാൻസിൻ്റെ പ്രസംഗത്തിൽ വലിയ തോതിലുള്ള ഒരു തകർച്ച മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് അത് തികച്ചും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും യുദ്ധത്തിലേക്ക് ലോകത്തെ തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അതിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി പോലെ ഒരു ഭീഷണിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം അവിടെ പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലൂടെ കടന്നു പോകുന്ന ഏത് കപ്പലുകളെയും, അതിപ്പോൾ ഇറാന് ചുങ്കം കൊടുത്തുകൊണ്ട് പോകുന്ന കപ്പലുകളായാലും അതിനെ അമേരിക്ക തടയുമെന്നാണ് ട്രൂത്ത് സോഷ്യലിലെ ഒരു രത്നച്ചുരുക്കം. അപ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഇറാൻ്റെ അനുമതിയോടുകൂടി കടന്നു വരുന്ന കപ്പലുകളെപ്പോലും തടയുമെന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ അതുപോലെ ഇറാൻ്റെ ഈ ഒരു ന്യൂക്ലിയർ സ്വപ്നമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അത് അവസാനിപ്പിക്കാത്ത കാലത്തോളം ഈ യുദ്ധം അവസാനിക്കുകയില്ല എന്ന രീതിയിലാണ് ട്രംപിൻ്റെ ആ ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഈ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഈ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ ഒരു യുദ്ധം കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൻ്റെ ആ ഒരു ആധിപത്യം ഇറാൻ്റെ മേലാണെന്ന് അവർ അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം ഒരു കീറാമുട്ടിയായിട്ട് തന്നെ തുടരാനാണ് സാധ്യത. ഇത് ചർച്ചയിലൂടെയും പരിഹരിക്കാൻ കഴിയുകയില്ല, അതേപോലെ യുദ്ധത്തിലൂടെയും പരിഹരിക്കാൻ കഴിയുകയില്ല എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഈ ഒരു ഭീഷണി വന്നതിന് ശേഷം ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും 100 മുകളിലേക്ക് പോയതായിട്ട് കാണാം. ഇന്നത്തെ ആ ഒരു റേഞ്ച് നമ്മൾ കാണുന്നത് 101-നും 103-നും ഇടക്കാണെന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം നമ്മുടെ മാർക്കറ്റിലും വലിയ വളറ്റിലിറ്റി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. ഏകദേശം 500 പോയിന്റ് താഴോട്ടേക്ക് നിന്നാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. 23,589 എന്ന ലെവലിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായ 23,800-ന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു എന്ന് നമുക്ക് സമാധാനിക്കാം. ഏർലി മോർണിംഗിലുണ്ടായ തകർച്ചയ്ക്ക് ശേഷം ഒരു റിക്കവറി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് എക്സ്പയറി ഡേ ആണ്. കാരണം നാളെ അംബേദ്കർ ജയന്തിയുടെ അവധി കാരണം എക്സ്പയറി ഡേ ഒരു ദിവസം നേരത്തെ ആയതുകൊണ്ട് അപ്പോൾ ഈ എഫിൻ്റെ എക്സ്പയറി നമ്മുടെ മാർക്കറ്റ് ഇന്ന് ശരിക്കും സ്വാധീനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് അഡ്വാൻസ് ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ 39% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 56% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സെക്ടറുകളും ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നിഫ്റ്റി 50-ൽ 40ഓളം സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. 10 സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. ഈ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളിൽ നമുക്ക് HDFC ലൈഫും ICICI ബാങ്കും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് HDFC ലൈഫിൽ ഒരു 2.7% ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായതായിട്ട് കാണാം. ഏപ്രിൽ 16-ന് ചേരുന്ന HDFC ലൈഫിൻ്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി ഓഹരികൾ നൽകിയിട്ട് ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം പരിഗണിക്കുമെന്ന് കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 16-ന് ചേരുന്ന ബോർഡ് മീറ്റിംഗിൽ Q4 റിസൾട്ടുകളും അതുപോലെ ഡിവിഡൻഡും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രിഫറൻഷ്യൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബിസിനസ് ഏറ്റെടുക്കുവാനും അതുപോലെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനും അതുപോലെ അവരുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും വൻതോതിലുള്ള ഒരു മൂലധനം ഇവിടെ സമാഹരിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രിഫറൻഷ്യൽ ഇഷ്യൂവിലൂടെ ലഭിക്കുന്ന പണം ഭാവിയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുമ്പോൾ അത് ലോങ് ടേമിൽ ഈ ഷെയർ പ്രൈസിൽ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ ഇൻഷുറൻസ് കമ്പനികളുടെ സാമ്പത്തിക ഭദ്രത അളക്കുന്ന ഒന്നാണ് സോൾവൻസി റേഷ്യോ. അപ്പോൾ കമ്പനിയിലേക്ക് കൂടുതൽ ക്യാപിറ്റൽ എത്തുമ്പോൾ ഈ സോൾവൻസി റേഷ്യോ മെച്ചപ്പെടും. അപ്പോൾ ഇത് കമ്പനികൾക്ക് കൂടുതൽ പോളിസികൾ വിൽക്കാനുള്ള ശേഷി നൽകുകയും നിക്ഷേപകർക്ക് കമ്പനിയിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ ഈ പ്രിഫറൻഷ്യൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് സാധാരണയായിട്ട് പ്രൊമോട്ടർമാർക്കോ അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനോ അതേപോലെ വൻകിട ബാങ്കുകൾക്കോ ഒക്കെ ആയിരിക്കും. അപ്പോൾ വൻകിട നിക്ഷേപകർ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്കിൻ്റെ സുരക്ഷിതത്വം കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിഫ്റ്റി 50-ൽ ഏറ്റവും മുന്നേറിയ ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് HDFC ലൈഫ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള അനലിസ്റ്റുകളുടെ ഒരു വിലയിരുത്തൽ 88% അനലിസ്റ്റുകളും ഇതിന് ഒരു ബൈ റേറ്റിംഗ് കൊടുത്തതായിട്ട് കാണാം. അടുത്തൊരു 12 മന്ത്സിൻ്റെ ഒരു ടാർഗറ്റ് ഏകദേശം 850-950 റേഞ്ചിൽ പല ബ്രോക്കറേജുകളും പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
അതുപോലെ ഇന്ന് ICICI ബാങ്കും നല്ലൊരു മുന്നേറ്റം നടത്തിയിരുന്നു. ഏകദേശം 2% അപ്സൈഡ് മൂവ് ഇന്ന് അവിടെ ഉണ്ടായി. ICICI ബാങ്കിൻ്റെ ഒരു ബിസിനസ് അപ്ഡേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ക്രെഡിറ്റ് ഗ്രോത്ത് 15 to 17% എന്ന രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് നമുക്ക് ഏപ്രിൽ 18 വരുന്ന ബാങ്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള Q4 റിസൾട്ടിൻ്റെ കൂടെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം സ്റ്റോക്കിൽ നിന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അതുപോലെ മാർച്ച് മാസത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡാറ്റ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് അഥവാ AMFI അവർ പുറത്തുവിട്ടതായിട്ട് കാണാം. അപ്പോൾ മാർക്കറ്റിൽ വലിയ തോതിൽ അസ്ഥിരത കാണിച്ച ഒരു ഘട്ടത്തിൽ പോലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നല്ല തോതിൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒഴുക്കിയതായിട്ടാണ് ഡാറ്റകൾ നൽകുന്ന സൂചന. അപ്പോൾ SIP വഴിയുള്ള നിക്ഷേപം ഏകദേശം 32,087 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഫെബ്രുവരിയിൽ അത് 29,345 കോടിയായിരുന്നു. അപ്പോൾ മൊത്തം മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ ഏകദേശം 20% ഇപ്പോൾ ഈ SIP വഴിയുള്ള നിക്ഷേപമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അത് കുറഞ്ഞതായിട്ട് കാണാം. 82 ലക്ഷം കഴിഞ്ഞ ഫെബ്രുവരി രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഇപ്പോൾ 73 ലക്ഷമായിട്ട് അത് കുറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഈ കുറവിനുള്ള കാരണം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ശക്തമായ സെല്ലിങ് കാരണം പല സ്റ്റോക്ക് പ്രൈസും താഴോട്ടേക്ക് പോയത് മൊത്തത്തിലുള്ള ആസ്തി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറവ് വന്നതാണ്. കൂടാതെ ഡെറ്റ് ഫണ്ടുകളിൽ നിന്നും വലിയ തോതിൽ ഫണ്ട് പിൻവലിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് മാറ്റാനോ വേണ്ടിയിട്ട് ഡെറ്റ് ഫണ്ടുകളിൽ നിന്നും വ്യാപകമായിട്ട് ഫണ്ട് പിൻവലിച്ചതുകൊണ്ടാണ് ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കുറഞ്ഞത്. ഇപ്പോൾ ഡെറ്റ് ഫണ്ടുകളിൽ നിന്നും നല്ല തോതിലുള്ള ഫണ്ട് ഈ ഇക്വിറ്റികളിലേക്ക് വന്നിട്ടുണ്ട്. കാരണം നെറ്റ് ഇൻഫ്ലോ ഇപ്പോൾ 40,450 കോടിയായിട്ടാണ് ഉയർന്നത്. ഇത് ഏകദേശം ഫെബ്രുവരി അപേക്ഷിച്ച് 56% ഇക്വിറ്റിയിലുള്ള വളർച്ച. പ്രത്യേകിച്ച് ഫ്ലക്സി ക്യാപ് ഫണ്ടുകളിൽ 10,000 കോടിക്ക് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ലാസ്റ്റ് മന്ത് വന്നത്. അതേപോലെ സ്മോൾ ക്യാപ്പിൽ 6,000 കോടിയോളം, അതേപോലെ തന്നെ മിഡ് ക്യാപ്പിലും 6,000 കോടിയോളമുള്ള നിക്ഷേപം വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, AMFI പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ കൈവശമുള്ള ക്യാഷ് അത് 12% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണയായിട്ട് മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടാകുമ്പോൾ കുറഞ്ഞ വിലയിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ ഫണ്ട് മാനേജർമാർ അവർക്ക് ആവശ്യമുള്ള പണം ഉപയോഗിക്കും. അപ്പോൾ മാർച്ചിൽ നമ്മുടെ മാർക്കറ്റിൽ വലിയ തിരുത്തലുകൾ നടന്നപ്പോൾ ഈ ഫണ്ട് മാനേജർമാർ വൻതോതിൽ ഷെയറുകൾ വാങ്ങിക്കൂട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ക്യാഷ് ലെവൽ വലിയ തോതിൽ കുറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ 16 മാസത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ ക്യാഷ് ബാലൻസ് ആണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് AMCകളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഫണ്ട് മാനേജർമാർ കഴിഞ്ഞ ആ ഒരു ഡിപ്പ് വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുകയും ഭാവിയിൽ മാർക്കറ്റ് തിരിച്ചു വരുമെന്നുള്ള ശക്തമായ പ്രതീക്ഷ അവരിലുണ്ടാക്കുകയും അങ്ങനെ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് FIS ശക്തമായ സെല്ല് നടത്തിയപ്പോഴും നമ്മുടെ മാർക്കറ്റ് ഇടിയാതിരുന്നത്. കാരണം അവിടെ DIS ശക്തമായ ബൈങ് ആണ് നടത്തിയത്. എന്നാൽ ഇവിടെ മറ്റൊരു മറുവശമുണ്ട്. നിലവിൽ ഫണ്ട് മാനേജേഴ്സിൻ്റെ കയ്യിൽ ക്യാഷ് കുറയുമ്പോൾ ഇനിയൊരു ഡിപ്പ് വരുമ്പോൾ സ്റ്റോക്കുകൾ വാങ്ങാൻ പണം തികയാതെ വരും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നിലവിൽ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിൽക്കാൻ അവർ നിർബന്ധിതരാകും. അപ്പോൾ FIS ഒരു ഭാഗത്ത് സെല്ല് ചെയ്യുകയും DISും അതേപോലെ സെല്ല് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ വലിയ ക്രാഷ് ഉണ്ടാവാൻ കാരണമാകും. മാർക്കറ്റ് ഈ ലെവലിൽ നിന്നും വലിയ തോതിൽ താഴോട്ടേക്ക് പോകാതിരുന്നാൽ നമ്മുടെ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം സേഫ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇന്ന് ശക്തമായി മുന്നേറിയ മറ്റ് 2 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനാണ്. അവിടെ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയിൽ ഏകദേശം 20% മുന്നേറ്റം ഈ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ടാറ്റയുടെ മറ്റേ സ്റ്റോക്കായിട്ടുള്ള ടാറ്റ കെമിക്കൽസിലും ഇതേപോലെ 12% ഒരു മുന്നേറ്റം ലാസ്റ്റ് വീക്കിൽ ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, റിസർവ് ബാങ്കിൻ്റെ ഒരു നിയമപ്രകാരം അപ്പർ ലെയർ NBFCകൾ അവരുടെ കമ്പനികൾ നിർബന്ധമായിട്ടും മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെന്ന ഒരു റെഗുലേഷൻ RBI കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവിടെ ടാറ്റ സൺസ് ഈ രീതിയിലുള്ള ഒരു NBFC ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റ സൺസ് നിർബന്ധമായിട്ടും മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ടാറ്റ സൺസിൻ്റെ മാനേജ്മെൻറ്റിൽ പൂർണ്ണമായിട്ടുള്ള ഒരു യോജിപ്പ് ഈ വിഷയത്തിൽ ഇനിയും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് നീണ്ടുപോയത്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ വാർത്തകൾ പ്രകാരം ടാറ്റ സൺസിലെ പല ട്രസ്റ്റുകളും ഈ ഒരു ലിസ്റ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടുള്ള വേണു ശ്രീനിവാസൻ, വിജയ് സിംഗ് എന്നിവർ ടാറ്റ സൺസ് ലിസ്റ്റ് ചെയ്യാനുള്ള അനുകൂലിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ ഷപ്പൂർജി പലാൻജി അഥവാ SP ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള ഷപ്പൂർജി മിസ്ത്രിയും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇൻവെസ്റ്റേഴ്സിനിടയിൽ ടാറ്റ സൺസിൻ്റെ IPOയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടാറ്റ ഗ്രൂപ്പിലെ വിവിധ കമ്പനികളിൽ വലിയ നിക്ഷേപമുള്ള ഒരു കമ്പനിയാണ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ ടാറ്റ സൺസ് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ നേരിട്ടുള്ള ഗുണം കിട്ടുന്നത് അതിൻ്റെ ഹോൾഡിംഗ് കമ്പനികൾക്കായിരിക്കും. അതുപോലെ തന്നെ ടാറ്റ കെമിക്കൽസിനും
ടാറ്റ സൺസിൽ വലിയ നിക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ ടാറ്റ കെമിക്കൽസിലും ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഒരു പ്രധാന ലെവലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ 23,800 എന്നുള്ള ഒരു സുപ്രധാന ലെവലിലാണ് നിൽക്കുന്നത്. അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 23,750 അത് കഴിഞ്ഞാൽ 23,550 എന്ന ലെവലുമാണ്. 23,550 ഒരു ശക്തമായ ഒരു സപ്പോർട്ട് ലെവലാണ്. അവിടെ നിന്നും തകരുകയാണെങ്കിൽ പിന്നീടുള്ളത് 23,200 എന്നുള്ള ആ ഒരു പഴയ ലെവലാണ്. അപ്പോൾ ഒരു പാനിക് സെല്ലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ 23,200 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് പോകണമെങ്കിൽ 24,050 എന്നുള്ള ആ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് ട്രെൻഡ് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 24,000 മുകളിൽ ഒരു സ്ഥിരത കൈവരിക്കുന്നത് വരെ വലിയ റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം ഇനി ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിരത ലഭിക്കുന്നത് വരെ ഒരു സെൽ ഓൺ റൈസ് മാർക്കറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.